ആശകൾ 1000, ഒരു വടക്കൻ സെൽഫി, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നീ സിനിമകൾക്ക് ശേഷം ജി പ്രജിത്ത് സംവിധാനം ചെയ്ത പടമാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ജയറാം മലയാളത്തിൽ വീണ്ടും അഭിനയിക്കുന്ന സിനിമ കൂടിയാണ്. ഒപ്പം കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരും അഭിനയിച്ച ഈ മലയാളം സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു അച്ഛനും മകനും, ഇവർ രണ്ടുപേർക്കും കുറേയധികം ആശകളുമുണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ആശകൾ ഒന്നായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുകയാണ്. അതിനിടെ ഇവരുടെ ആശകൾക്കിടയിൽ പെട്ടുപോകുന്ന മറ്റൊരാശ, ആശ ശരത് അല്ല, ആശ ഹരിഹരൻ. ഇവരുടെ കഥയാണ് ആശകൾ 1000 പറയുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു നല്ല സിമ്പിൾ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ് ആശകൾ 1000. വെൽമേഡ് ആയിട്ടുള്ള ഒരു പടമാണ്. രസകരമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിലെ ചെറിയ ചില കോൺഫ്ലിക്ട്സ്, അങ്ങനെ പോയിട്ട് നല്ലൊരു ഇമോഷണൽ ക്ലൈമാക്സിൽ അവസാനിപ്പിച്ച ഒരു പടമാണ്. വലിയൊരു സംഭവം അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് കണ്ടിറങ്ങുമ്പോൾ. സോ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഈ ടൈമിൽ നിങ്ങൾക്ക് ഫാമിലിയോടൊത്ത് പോയി കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പടമാണെന്ന് ഞാൻ പറയും. ഈ അച്ഛൻ മകൻ ബന്ധത്തിനിടയിൽ ഈഗോ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചില പ്രശ്നങ്ങളാണ് പടം മൊത്തത്തിൽ പറയുന്നതെന്ന് പറയാം. സിനിമ സ്വപ്നമായിട്ടുള്ള മനുഷ്യർ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ഇത്. എനിക്ക് പറ്റിയായിരുന്നു കേട്ടോ. പടം വളരെ റൂട്ടഡും ആണ്. ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിന്റെ ഒരു വലിയ പോസിറ്റീവാണ്. ഒപ്പം അഭിനയിച്ച എല്ലാവരുടെയും മിതത്വമാർന്ന പ്രകടനവും പടത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മൾ മിക്ക ആൾക്കാർക്കും ഈ ജയറാം കാളിദാസ് കോംബോ വരുമ്പോൾ തന്നെ ഒരു വൻ നൊസ്റ്റാൾജിയ ആയിരിക്കും. ഇതിലും അവരുടെ കോംബോ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഈ ഒരു നൊസ്റ്റാൾജിയ ഇവർ നന്നായിട്ട് പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ജയറാമിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കാളിദാസിന്റെ ക്യാരക്ടറും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ചിലർ ഈ പടം കാണുമ്പോൾ ഇപ്പൊ ജയറാമിന്റെ ആണെങ്കിലും മോഹൻലാലിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫാമിലി നല്ല ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും വിന്റേജ് ഏട്ടൻ തിരിച്ചു വന്നു എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. അങ്ങനെ പഴയതൊന്നും അതുപോലെ തിരിച്ചു വരാൻ പോകുന്നില്ല. നിലവിലുള്ള അല്ലെങ്കിൽ വർത്തമാന കാലത്തിലെ ജയറാമേട്ടൻ അദ്ദേഹത്തിന്റെ കറക്റ്റ് ഫോമിൽ വന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. സോ പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. ഇപ്പോൾ ഒരു സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെയാണ് ജയറാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നൽകുക എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ ഒരു ഫീൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ജയറാം കാളിദാസ് അവരുടെ പഴയ കുറച്ച് സിനിമകളിലെ റെഫറൻസ് പടത്തിൽ ഉപയോഗിച്ചത് നൈസായിട്ട് വർക്കായിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാരും റെഫറൻസ് ഒക്കെ നൈസായിരുന്നു. അതുപോലെ ജയറാമിന്റെ ഒരു ഐക്കോണിക് റെഫറൻസ് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ജയറാം കാളിദാസ് കോംബോ പോലെ തന്നെ ജയറാം ആശാ ശരത്തും തമ്മിലുള്ള കെമിസ്ട്രിയും നന്നായിട്ട് പടത്തിൽ വർക്കായിട്ടുണ്ട്. ഇവർ മൂന്നുപേരും ശരിക്കും ഒരു റിയൽ ഫാമിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് പടത്തിന്റെ ഒരു വിജയമാണ്. പടത്തിന്റെ അവസാനം ഒറ്റ ഡയലോഗ് കൊണ്ട് ആശാ ശരത്ത് കയ്യടി മേടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ അവരുടെ കഥാപാത്രത്തിന്റെ കാര്യത്തിലായിരുന്നു കൺസേൺ ആയിരുന്നെന്ന് പറയാം. ഒരു ബസ്സിൽ ഇരുന്നിട്ട് ഇവര് രണ്ടുപേരെയും സ്നേഹത്തോടെ നോക്കുമ്പോൾ ഞാൻ ഓർത്തത് ആശന്റെ പിറകെ എല്ലാവരും പോകുമ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ. സോ എനിക്ക് തോന്നിയത് ഇനി അങ്ങോട്ടാണ് ശരിക്കും ആശാ ഹരിഹരൻ ചിന്താവിഷ്ടയായ ആശയായി മാറുന്നത് എന്നാണ്. സോ ആ ഒരു രീതിയിൽ ഒരു സെക്കൻഡ് പാർട്ടിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. സൂപ്പർ സ്റ്റാർ സുമിത് രാഘവനായിട്ട് വന്ന ഷറഫുദ്ദീന് ഒരു ടൈലർ മെയ്ഡ് റോളായിരുന്നു, കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഈശാനി കൃഷ്ണയും നന്നായിട്ടുണ്ടായിരുന്നു. അഖിൽ എന്നാടി, ജിൻഷാൻ, ആനന്ദ് മന്മഥൻ എന്നിവരും തങ്ങളുടെ റോളുകൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ, ആന്റണി പെരുമ്പാവൂരിനെയൊക്കെ പോലെ നിർമ്മാതാവായ ഗോകുലം ഗോപാൽ ജിയും പടത്തിൽ ഒരു ചെറിയ റോളിൽ വന്നു പോകുന്നുണ്ട്. സ്വരൂപ് ഫിലിപ്പിന്റേതാണ് ക്യാമറ, ഷെഫീഖ് വിബിയുടേതാണ് ഇതിന്റെ എഡിറ്റിംഗ്. രണ്ടും സ്റ്റാൻഡേർഡ് ആണ്. സനൽ ദേവിന്റെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന്റെ മൂഡിനൊക്കെ ചേർന്ന രീതിയിൽ തന്നെയായിരുന്നു. 14 രാവിന്റെ എന്ന പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നൈസായിട്ട് തോന്നി. അതുപോലെ ചെല്ലക്കാറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടൊക്കെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇളയരാജ സാറിന്റെ പെർമിഷൻ വാങ്ങിയിട്ടാണോ എന്തോ പണി കിട്ടുമോ. ഈ സിനിമയുടെ കഥാകൃത്തുക്കളിൽ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും അതുപോലെ അരവിന്ദ് രാജേന്ദ്രനും ഉണ്ട്. ഈ നെഗറ്റീവ്സ് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പുതുമയുള്ള ഒരു കഥയോ അല്ലെങ്കിൽ വലിയ വൻ സംഭവങ്ങളുള്ള സ്ക്രിപ്റ്റോ ഒന്നുമല്ല. ഒരു ഹൈ മൊമെന്റ് ഒന്നും സിനിമ സമ്മാനിക്കുന്നുമില്ല എന്ന് പറയാം. പലപ്പോഴും ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോയത്. നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് പടത്തിൽ ഉണ്ടായിരുന്നതും. അതേസമയം മോശമായിട്ടുള്ളതൊന്നും സിനിമയിൽ ഇല്ലാതാനും. അതുപോലെ കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുത്തി മറിച്ചിരിക്കാനുള്ള ഐറ്റംസ് ഒന്നും പടത്തിലില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു പോകരുത്. ഇത് കോമഡിയേക്കാൾ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഒരു ഡീസന്റ് ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ് ആശകൾ 1000. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമൊന്നും ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഫീൽ ചെയ്യില്ല. ഫാമിലി ഓഡിയൻസിന് പടം നന്നായിട്ട് വർക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വർക്കായ പടമാണ്. പടം ഇപ്പോൾ തിയേറ്ററുകളിലാണ് ഓടുന്നത്. 2 മണിക്കൂർ 16 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇതിൽ പിന്നെ 18+ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലീൻ ഫാമിലി വാച്ച് പടമാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.